പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം രാവിലെ കയ്യിൽ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നാട്ടിലൊരു ഭരണ സംവിധാനമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സേവിക്കേണ്ട, ജനങ്ങൾക്ക് അഭിവൃദ്ധിയും പുരോഗമനവും ഒക്കെ നൽകേണ്ട ഒരു സർക്കാർ തികച്ചും യാതൊരുവിധമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഫയലുകൾക്കിടയിൽ അടയിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രഖ്യാപിതമായ ഒരു വാർത്തയാണ് മലയാള മനോരമ ദിനപത്രത്തിൽ വന്നിരിക്കുന്നത്. 3,18,000 ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതിലേറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫയലുകളാണെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മലയാള മനോരമ ദിനപത്രത്തെപ്പോലെ ഒരു പത്രം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് സത്യസന്ധവും കൃത്യവും വളരെ ആധികാരികമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ സർക്കാർ, പിണറായി സർക്കാർ കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുക. ഇവരുടെ ജോലി എന്താണ്? ഈ നാട്ടിലെ സാധുക്കളെ സേവിക്കേണ്ട ഒരു സർക്കാർ ഇത്രയധികം നിരുത്തരവാദപരമായ പ്രവർത്തനം ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഇവിടെ ഇവർ ഭരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്. ഈ ഫയലുകൾ തീർപ്പാക്കുവാൻ യാതൊരുവിധമായ നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ, അതായത് ആദ്യത്തെ പിണറായി സർക്കാർ മുതൽ ഇന്നുവരെ എല്ലാ വർഷവും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെയും യോഗം വിളിച്ച് പിണറായി വിജയൻ ഓരോ ആപ്തവാക്യങ്ങൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഫയലുകളും ഓരോ ജനത്തിന്റെയും ജീവിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കേട്ട ഭാവം പോലും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരോ ഈ സംസ്ഥാന സർക്കാരിന്റെ പണം പറ്റുന്ന സർക്കാർ ജീവനക്കാരോ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഈ സർക്കാരിനെ സേവിക്കുന്ന, അല്ലെങ്കിൽ ഈ സർക്കാരിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അവർക്ക് ചട്ടുകമായി മാറിയിരിക്കുന്ന ഇടതുപക്ഷ അനുകൂലത്തിലുള്ള സംഘടനകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സെക്രട്ടേറിയറ്റിലായാലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലായാലും NGO യൂണിയനെയും അതോടൊപ്പം തന്നെ CPIയുടെ സംഘടനകളെയും ഒക്കെ സേവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ. അവരെല്ലാം സർക്കാരിന്റെ ശമ്പളം, ജനങ്ങളുടെ നികുതിപ്പണം അത് കൈപ്പറ്റി സുഖസമൃദ്ധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫയലുകൾ തീർപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇപ്പൊ 3,18,000 ഫയലുകൾ സെക്രട്ടേറിയറ്റിലാണ് കെട്ടിക്കിടക്കുന്നത്. ഇനിയും ഓരോ കളക്ടറേറ്റുകളിൽ, വില്ലേജ് ഓഫീസുകളിൽ, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ഫയലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി വരും. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ? ഒരു സർക്കാരുണ്ടോ? ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതിനെതിരെയാണ് ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഈ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ട ഒരു അവസരം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് പ്രതികരിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും ശക്തമായി പ്രതികരിച്ചില്ല എങ്കിൽ ഈ ഗവൺമെന്റ്, ഈ സർക്കാർ, ഈ ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ ആകമാനം കൊന്നു തിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം.